ആരോഗ്യ കേരളത്തിൻ്റെ കാവൽക്കാരായി മാറിയ മെഡ്7 ഹെൽത്ത് ക്ലബിൻ്റെ കോഴിക്കോട് 5 സോണിൻ്റെ മെഗാ സംഗമം ചെലവൂരിൽ നടന്നു. 1300-ലേറെ ആളുകൾ പങ്കെടുത്ത മെഗാ സംഗമം അഡ്വക്കേറ്റ് PT റഹീം MLA ഉദ്ഘാടനം ചെയ്തു. മെഡ്7 ഫൗണ്ടറും ക്യാപ്റ്റനുമായ ഡോക്ടർ സലാഹുദ്ദീൻ മെഗാ സംഗമത്തിന് നേതൃത്വം നൽകി. കേരളത്തിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമായി പതിനായിരക്കണക്കിന് ആളുകളാണ് വ്യായാമത്തിൽ അണിചേർന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യായാമത്തിൻ്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറയുകയും വിദഗ്ധമായ രീതിയിൽ പരിശീലനം നൽകുകയും ചെയ്തു. മെഗാ സംഗമം സ്വാഗത സംഘം ചെയർമാൻ അക്ബർ ഷാ പീടികപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. മെഡ്7 നോർത്ത് സോൺ കോർഡിനേറ്റർ ഡോക്ടർ ഇസ്മായിൽ മുജദ്ദിദി, വനിതാ കോർഡിനേറ്റർ ആയിഷ മുഹമ്മദ്, ജില്ലാ കോർഡിനേറ്റർ NK മുഹമ്മദ് മാസ്റ്റർ, ഡോക്ടർ മീന നാസർ, അഷ്റഫ് അണ്ടോണ, ആഷിഖ് ചെലവൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. സൂര്യ അബ്ദുൽ ഗഫൂർ, ഡോക്ടർ സഹീർ, നിയാസ്, മുൻസിറ ടീച്ചർ, അബ്ദുസലാം പെരുവൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മെഡ്7 പ്രതിജ്ഞ ഷീജ ജോസും ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ വിദ്യാ ഷൈജുവും ചൊല്ലിക്കൊടുത്തു. വിവിധ യൂണിറ്റുകൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും മൊമെൻ്റവും ചടങ്ങിൽ വിതരണം ചെയ്തു. മെഡ്7 5 സോണൽ കോർഡിനേറ്റർ റസാഖ് ചെറുവറ്റ സ്വാഗതവും ശ്രീധരൻ കുഴിമണ്ണ നന്ദിയും പറഞ്ഞു. നിരന്തരമായി മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് അതിൽ നിന്ന് മുക്തമാകാൻ സാധ്യമായിട്ടുണ്ട്. പ്രഷറും കൊളസ്ട്രോളും ഫാറ്റി ലിവറും ഷുഗറും പ്രമേഹമൊക്കെ അനുഭവിക്കുന്ന ആൾക്ക് 300-400 പതുക്കെ ഈ വ്യായാമം വഴി താഴ്ത്തുകൊണ്ട് പൂർണ്ണമായും മരുന്നുകളിൽ നിന്ന് മുക്തമാകുന്ന അത്ഭുതകരമായിട്ടുള്ള കാഴ്ച നമുക്ക് മെഡ്7 വഴി കാണാൻ സാധ്യമായിരുന്നു. ഇനി നിങ്ങളുടെ ധ്യാനാണ്. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ മാനസികവും സൗഖ്യം, ശാരീരികമായിട്ടുള്ള സൗഖ്യം, ഫാമിലിപരമായിട്ടുള്ള സൗഖ്യം, സാമൂഹികമായിട്ടുള്ള ഈ സൗഖ്യം ഇത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്ന നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. നിങ്ങൾ ഒരാളെ ക്ഷണിച്ചാൽ അവരാരും വരികയില്ല. പക്ഷേ നിങ്ങൾ നിരന്തരം അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുക. 2-3 പ്രാവശ്യം പറഞ്ഞു നിർത്തിക്കാൻ അവരാരും വരികയില്ല. മാസങ്ങൾ വിളിച്ചാലും ആരും വരികയില്ല. നിങ്ങൾ ഒരു കൊല്ലം തന്നെ ഉപയോഗിച്ചോളൂ. ഞാനിത് തുടങ്ങുന്ന സമയത്ത് 2012 ആരംഭിച്ചു. ഇതിലേക്ക് ഒരാളെ വിളിക്കാൻ വേണ്ടി ഞാൻ വർഷങ്ങൾ ബാക്കി പറഞ്ഞിട്ടുണ്ട്. അന്നൊന്നും ഞാൻ തളർന്നിട്ടില്ല. കാരണം എനിക്കറിയാം ഞാൻ വിളിച്ചോളൊന്നും അവർക്ക് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെ കടമ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ തടയാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് വിളിച്ചാൽ മതി. നമ്മൾ വേറെ ഒന്നും കൊടുക്കുന്നില്ലല്ലോ. നമ്മളാരും പൈസ കൊടുത്ത് സഹായിക്കുന്നില്ല. അത് ജസ്റ്റ് വിളിക്കുക, എന്ന് നോക്കൂ. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വ്യക്തി എപ്പോഴെങ്കിലും ഒരു ദിവസം നിങ്ങളെ കണ്ട് ഈ സെക്ടറിൽ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യും. ആ ഒരു രീതി നിങ്ങൾ പിന്തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട എല്ലാ മെമ്പേഴ്സിനും ആരോഗ്യത്തോടുള്ള ഒരു ദീർഘായുസ് നേർന്നുകൊണ്ട് വെയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പോകാൻ തിരക്കുണ്ടാവും, പരിപാടികളുണ്ട്. എന്റെ വാക്ക്